ഹലോ ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ലബോറട്ടറി അസിസ്റ്റന്റിന്റെ അടുത്ത ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് കൂടി PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ജില്ലയിലും അത്യാവശ്യം കുറച്ച് ആൾക്കാരെ മാത്രമേ PSC നമ്മുടെ മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ അത്യാവശ്യം കുറച്ച് ആൾക്കാർ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ആദ്യം ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 4ാമത്തെ ലിസ്റ്റാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ പത്തനംതിട്ട, അതുപോലെ കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റായിരുന്നു PSC മുന്നേ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഏത് ജില്ലയുടെയാണ് വന്നത്, അതുപോലെ തന്നെ എത്ര പേരെയാണ് നമ്മുടെ മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലും PSC ഉൾപ്പെടുത്തിയത്, അതുപോലെ എത്രയാണ് കട്ട് ഓഫ് മാർക്ക് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഫ്രണ്ട്സിനും മറ്റുമായിട്ട് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം കാറ്റഗറി നമ്പർ 447/2023 ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ലബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ കാസർഗോഡ് ജില്ലയുടെ ഇപ്പോൾ മെയിൻ ഇതാണ് വന്നിട്ടുള്ളത്. ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്ര പേര് നമ്മുടെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടു എന്ന് നോക്കിയാൽ 54 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മുടെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 76 പേരാണ് ഉൾപ്പെട്ടത്. അതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ 10 പേര്. അങ്ങനെ ടോട്ടൽ 140 പേരുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നോക്കുകയാണെങ്കിൽ 75.18 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഏകദേശം 77 മാർക്ക്, ആ റേഞ്ചിലായിരുന്നു കട്ട് ഓഫ്. എന്നാലും അത്യാവശ്യം ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കുറവാണ്, ആൾക്കാരുടെ എണ്ണം കുറവാണ്. അതുപോലെ തന്നെ കട്ട് ഓഫും 2 മാർക്കിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വരേണ്ട ജില്ലകൾ നമ്മുടെ തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കൊല്ലം ഇതുപോലുള്ള ജില്ലകളൊക്കെ ഇനി വരാനുണ്ട്. അപ്പോൾ ആ ജില്ലകളുടെയും അടുത്ത് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുമായിട്ട് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.